ആർക്കും ഒരു നാളും കഴിയത്തില്ല. ഒരു പക്ഷേ നീ ഇങ്ങനെ ചിന്തിക്കും, എന്റെ സഹോദര താങ്കൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ കുറേ നാള് ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്യും, ഒരുപാട് സാമൂഹിക സേവനങ്ങൾ ചെയ്യും, എന്നെ കൊണ്ട് കഴിയുന്ന പല തീർത്ഥാടന കേന്ദ്രങ്ങളും ഞാൻ കയറി ഇറങ്ങി എന്റെ പാപ പരിഹാരത്തിന് വേണ്ടി പ്രയത്നിക്കുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാ. നന്മ ചെയ്യുന്നത് നല്ല കാര്യമാ, തീർത്ഥാടനങ്ങൾ പോകുന്നത് നല്ല കാര്യമാ, സാമൂഹ്യ സേവനങ്ങൾ നല്ല കാര്യമാ, അതിനെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ വിശുദ്ധ ബൈബിൾ ഉയർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അതിനൊന്നും നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. ഇനി അത് എന്തുകൊണ്ടാ കഴിയാത്തതെന്ന് ചോദിച്ചാൽ, അങ്ങനെ നമ്മുടെ ഏതെങ്കിലും ക്രിയകൾ കൊണ്ടാണ് പാപമോചനം ലഭിക്കുന്നതെങ്കിൽ ദൈവം പക്ഷപാതമുള്ളവനാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം പണമുള്ളവൻ അവന്റെ പണം മുഴുവൻ വിനിയോഗിച്ച് പുണ്യപ്രവൃത്തികൾ ചെയ്ത് അവൻ പാപമോചനം നേടും. അപ്പോൾ പാവപ്പെട്ടവൻ ഇങ്ങനെ പറയും, അവന് പണമുള്ളതുകൊണ്ട് അവന് പാപമോചനം കിട്ടി, പാവപ്പെട്ട ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് പാപമോചനം കിട്ടുമെന്ന് ചോദിക്കും. ആരോഗ്യമുള്ളവൻ അവന്റെ ആരോഗ്യം മുഴുവൻ ചിലവഴിച്ച് യാഗപ്രവൃത്തികൾ ചെയ്ത് തീർത്ഥാടനങ്ങൾ ചെയ്ത് പാപമോചനം നേടുമ്പോൾ ആരോഗ്യമില്ലാതെ കിടക്കയിൽ കിടക്കുന്ന വ്യക്തി നിസ്സഹായതയോടെ പറയും, എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഇന്ന സ്ഥലത്ത് തീർത്ഥാടനം ചെയ്ത് എനിക്ക് പാപമോചനം നേടുവാൻ കഴിയുമെന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെയാണ് പാപമോചനം ലഭിക്കുന്നത് എങ്കിൽ ദൈവം അനീതിയുള്ള വ്യക്തിയാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. എന്നാൽ അനീതിയില്ലാത്ത ദൈവം, പക്ഷപാതമില്ലാത്ത ദൈവം, മുഖപക്ഷമില്ലാത്ത ദൈവം, ഏത് പണ്ഡിതനെയും പാമന്റെയും രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, ഏത് പണക്കാരനെയും ഒന്നുമില്ലാത്തവനെയും രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, ഏത് നിസ്സഹായനെയും ശക്തനെയും രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം ഒരു തീരുമാനമെടുത്തു. തീരുമാനം എന്താണെന്നറിയാമോ? നിന്റെ പ്രവർത്തികൾ കൊണ്ടല്ല പാപമോചനമെന്ന് ദൈവം തീരുമാനമെടുത്തു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് പോലെ ഒരിക്കലുള്ള ആ മരണം സാക്ഷാൽ ദൈവമായവൻ, സർവശക്തനായവൻ, സകല ചരാചരത്തിന്റെ സൃഷ്ടിതാവായ കർത്താവായ യേശു തന്നെ ഈ ഭൂമിയിലേക്ക് മാനവരാശിക്ക് വേണ്ടി കടന്നു വന്ന് ഒരിക്കലുള്ള മരണം, പാപപരിഹാരത്തിനുള്ള ഒരിക്കലായിട്ടുള്ള യാഗമരണം, എന്റെ സഹോദര സഹോദരി, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏക മരണം കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ അനുഭവിച്ചു തീർത്തു. അതുകൊണ്ടാണ് ഞാൻ വായിച്ച വേദഭാഗത്ത് ഇപ്രകാരം ഒരു വാക്യം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുകയാ. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് വേണ്ടി സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ രക്തത്താൽ, ഏകയാഗത്താൽ ഏത് മനുഷ്യനും പാപമോചനം ഉണ്ട്. ഞാൻ പറഞ്ഞു വന്ന ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ദൈവം മനുഷ്യന് വേണ്ടി പ്രത്യക്ഷപ്പെടുമോ? ദൈവം മനുഷ്യന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് വരമാണ് ദൈവം മനുഷ്യന് നൽകുക? ഉത്തരം, ദൈവം മനുഷ്യന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. എപ്പോൾ? ഇന്നേക്ക് 2000 വർഷം മുമ്പ്. എവിടെ? യഹൂദയിലെ കാൽവറിയിലെ കൊലമരത്തിൽ ദൈവം മനുഷ്യന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. എന്തിന്? എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരം സ്വന്തം ശരീരത്തിൽ വഹിച്ചു തീർക്കുവാൻ ദൈവം മനുഷ്യന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. എങ്ങനെ? രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ പാപമോചനമില്ല എന്ന ദൈവവചനപ്രകാരം സ്വന്തം രക്തം, പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലയുള്ള രക്തം മനുഷ്യരാശിക്ക് വേണ്ടി യാഗമായിട്ട് അർപ്പിച്ചു തീർത്തുകൊണ്ട് ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഇന്നേക്ക് 2000 വർഷം മുമ്പ് പ്രത്യക്ഷപ്പെട്ടു. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവം എന്തിനാ പ്രത്യക്ഷപ്പെട്ടത്? എനിക്ക് ഭൗതികമായ ധനം തരുവാനല്ല, എനിക്ക് ഭൗതികമായ സുഖ സൗകര്യങ്ങൾ നൽകുവാനല്ല. ഈ വചനം പറയുന്നത് ഭൗതികമായിട്ട് കാണുന്നതെല്ലാം മായയാണെന്ന. ഇന്നും നമുക്ക് കാണുവാൻ കഴിയുമല്ലോ, വലിയ വലിയ കൊട്ടാരങ്ങൾ പടുതുയർത്തിട്ടും അതിനകത്ത് കിടക്കുവാൻ ഉറങ്ങുവാൻ യോഗമില്ലാതെ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭൗതികമായ നന്മയല്ല ദൈവത്തിന്റെ നന്മയുടെ, ദൈവത്തിന്റെ വരത്തിന്റെ അടയാളം. പകരം ഇന്നേക്ക് 2000 വർഷം മുമ്പ് വിശുദ്ധ തിരുവചനം പറയുന്നത് പോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ചതുകൊണ്ട് 2000 വർഷം മുമ്പ് തന്നെ ദൈവത്തിന് തരുവാൻ കഴിയുന്ന ഏറ്റവും വലിയ വരം എനിക്കും നിങ്ങൾക്കുമായി ദൈവം തന്നു കഴിഞ്ഞു. ആ വരമാണ് ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. അടുത്ത ചോദ്യം, ദൈവം ഇപ്പോഴും പ്രത്യക്ഷപ്പെടുമോ? ഞാൻ പറഞ്ഞു, ദൈവം പ്രത്യക്ഷപ്പെട്ടു 2000 വർഷം മുമ്പ് കാൽവറി ക്രൂശിൽ.
മനുഷ്യന്റെ പാപത്തിന് വേണ്ടി വരം നൽകി, നിത്യജീവൻ എന്ന വരം. അവനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചുപോവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ ആ വരമാണ് ദൈവം മനുഷ്യന് നൽകിയത്. എന്നാൽ ദൈവം ഇപ്പോഴും പ്രത്യക്ഷപ്പെടുമോ? പ്രിയമുള്ളവരെ, ദൈവം എവിടെയാ പ്രത്യക്ഷപ്പെടുന്നത്? ഞാൻ വായിച്ച വേദഭാഗത്ത് തന്നെ അതിനുള്ള ഉത്തരം കൂടി എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്വർഗത്തിൽ ദൈവം മനുഷ്യന് വേണ്ടി ഇന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. കർത്താവായ യേശുവിനെ കുറിച്ച് ഞങ്ങൾ